ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. കോക്കനട്ട് ഷെൽ, അതായത് തേങ്ങയുടെ ചിരട്ട കത്തിച്ച് അതിൻ്റെ ചില്ലിൽ നിന്ന് അതിൻ്റെ ഷെല്ല് കരിച്ച് ഇതിനെ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയും. അത് കല്ലുപ്പ്, കരയാമ്പൂ, കുരുമുളകും അത് ചേർത്ത് ഒരു പൽപ്പൊടിയാണ്, ദന്തചൂർണം. പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ദന്തചൂർണമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇനി അടുത്ത പ്രോസസ്സിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് കല്ലുപ്പ് ചെറിയൊരു ചട്ടിയിൽ, ഒരു മൺചട്ടിയിലെടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ കല്ലുപ്പ് ചെറിയ ഒരു മൺചട്ടിയിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചൂടിൽ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇതിൽ കല്ലുപ്പിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് പരമ്പരാഗതമായിട്ട് തമിഴ് വംശജർ, അതായത് തമിഴ്നാട്ടുകാർ കല്ലുപ്പ് മൺചട്ടിയിൽ വറുത്ത് അതിന് ശേഷമാണ് കറികളിലും മറ്റു കാര്യങ്ങളിലും ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് മൺചട്ടിയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ അവരുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അറിവ് കൂടിയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് പതിയെ കാണാം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ കല്ലുപ്പ് മെല്ലെ പൊടിഞ്ഞു വരുന്നുണ്ട്. ഫൈൻ പൊടിയായിട്ട് ഓട്ടോമാറ്റിക് തന്നെ പൊടിയുന്നുണ്ട് അത്. പിന്നെ അതിലെ ജലാംശം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു നല്ല മണം വരുന്നുണ്ട്, ഒരു വെറൈറ്റി മണം, ഒരു അധികം നമ്മൾ അറിയപ്പെടാത്ത ഒരു മണം, അധികം നമുക്ക് പരിചിതമല്ലാത്ത ഒരു നല്ല മണമാണ് കല്ലുപ്പ് മൺചട്ടിയിലിട്ട് വറുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് പൊടിയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മളെ കല്ലുപ്പ് അതിലെ ജലാംശമൊക്കെ പൂർണ്ണമായി വറ്റി അത് ഓട്ടോമാറ്റിക് മെല്ലെ പൊടിയാനായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്നത് പോലെയുണ്ട്. ഇളക്കി കൊടുക്കണം. ജലാംശം ഏകദേശം പൂർണ്ണമായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മളെ ചിരട്ടക്കരി, കോക്കനട്ട് ഷെല്ലിൻ്റെ ചാർക്കോള് നമുക്ക് ചെറു ചൂടിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലും ജലാംശം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ ആ ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറു ചൂടിൽ ചട്ടിയിൽ മെല്ലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ചിരട്ടക്കനൽ അതിലെ ജലാംശമൊക്കെ വറ്റി നല്ല ഒരു ക്രിസ്പി സൗണ്ട്, ഒരു ചില്ല് നിലത്ത് വീഴുന്ന പോലെ ഉള്ള സൗണ്ടായിട്ടുണ്ട്. അതിലെ ജലാംശം വറ്റി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് ചെറു ചൂടിൽ നമ്മളെ കുരുമുളക് പൊടിയും അല്ലെങ്കിൽ കുരുമുളകും കരയാമ്പൂവും അതിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നത് വരെ കരിയാത്ത വിധത്തിൽ അത് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കത് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളെ ചിരട്ടക്കനൽ കോക്കനട്ട് ഷെല്ലിൻ്റെ ചാർക്കോൾ അത് ജലാംശം മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെ കല്ലുപ്പ് അതും ജലാംശം മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കരയാമ്പൂവും കുരുമുളകും അതും ചൂടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മിശ്രിതം നമുക്ക് അടുത്തതായിട്ട് ഒരു പൊടിക്കുന്ന ഒരു ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് അത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മളത് ജാറിലോട്ട് കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടാലും മതി, കാരണം ജലാംശം നഷ്ടപ്പെട്ടതാണല്ലോ. അപ്പോൾ നമുക്കിത് ഇനി അത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അസാധ്യ മണം വരുന്നുണ്ട്. നല്ല ഫൈൻ പൊടിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മളതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പയിലിട്ടിട്ട് സാവധാനം അരിച്ചെടുക്കണം. ഇത് ഫൈനായിട്ട് ഇത് അരിച്ചെടുക്കണം എന്ന് പറയുന്നത് നമ്മളത് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പല്ലിൻ്റെ ഉള്ളിൽ അത് ഒളിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കത് ബ്രഷ് ചെയ്യുമ്പോൾ
പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കുക എളുപ്പമാണ് ഫൈൻ പൊടിയാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. നമ്മളെ കറുവാപ്പട്ടയും കുരുമുളകും എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു അസാധ്യ മണമാണ്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചെറിയ അരിപ്പയിലോട്ട് കുറേശ്ശെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അരിച്ചെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കോക്കനട്ട് ഷെൽ ചാർക്കോളിൻ്റെ ടൂത്ത് പൗഡർ അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈൻ പൊടിയായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ചില്ല് കുപ്പിയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് ഡപ്പകളിലോ എടുത്തു വെക്കാൻ പാടില്ല. ഇതേപോലെ ചില്ല് കുപ്പിയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. വളരെ കുറച്ച് മാത്രം ബ്രഷ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അത്രയും മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. രാവിലെയും വൈകുന്നേരവും രാത്രിയിലും നമുക്ക് ഇത് പല്ല് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. വളരെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ടൂത്ത് പൗഡറാണിത്. എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യണം. നല്ല ആരോഗ്യമുള്ള പല്ലുകൾക്കും നല്ല വെണ്മയാർന്ന പല്ലുകൾക്കും ഇത് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.